ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ചിക്കൻ ചുക്കയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ചിക്കൻ ചുക്ക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി എടുത്തിട്ടുള്ള ചിക്കനാണ്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈവച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മളിതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അത് ഞാൻ വീഡിയോയിൽ ചേർത്ത് കൊടുത്തത് വീഡിയോയിൽ പെട്ടിട്ടില്ല, അപ്പം നിങ്ങളത് ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുത്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 5 വലിയുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. 5 വലിയുള്ളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ കനം കുറച്ചിട്ട് വേണം നമ്മുടെ ഉള്ളി കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഉള്ളി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഈ ചിക്കൻ ചുക്ക വെളിച്ചെണ്ണയിൽ റെഡിയാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഇനി വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുത്തിട്ട് റെഡിയാക്കി എടുക്കുക, അതൊന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി നല്ലതുപോലെ തന്നെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉള്ളി കോരി മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഉള്ളി ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ കട്ട കുത്തിയിട്ടൊക്കെ വരും. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതിപ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കൈ വെച്ചിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പം ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ സെയിം ചട്ടി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഞാൻ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ തീ സിമ്മിലിടണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. ഇനി നമുക്കിതിലേക്ക് 3 വലിയ തക്കാളി കട്ട് ചെയ്തെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തക്കാളി ആണെങ്കിൽ നിങ്ങളൊരു 4 ഒക്കെ എടുത്തോളൂ. ഞാനിപ്പോൾ വലിയ തക്കാളി ആയതുകൊണ്ടാണ് 3 തക്കാളി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ തക്കാളി ഇതിന് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് നമ്മളെ തക്കാളി ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഈ മസാലയിൽ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം, എങ്കിലേ നമ്മുടെ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് വരുള്ളൂ. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ നമുക്ക് മീഡിയത്തിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും, കൂടുതൽ സമയമൊന്നും വേണ്ട. ഇനി നമുക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ചിക്കൻ
ചിക്കനിലേക്ക് ഫസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരുമിച്ചിട്ട് ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്, നമ്മൾ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ വലിയ ജീരകം പൊടിച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല, നമ്മുടെ ചിക്കനിലുള്ള വെള്ളം ഇറങ്ങി വന്നതാണിത്. നമ്മൾ ഈ റെസിപ്പിയിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. നമുക്ക് എത്രത്തോളം പൊടിച്ചെടുക്കാൻ പറ്റണോ അത്രത്തോളം പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഗ്രേവി ഒന്ന് തിക്കായിട്ട് പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. ഇനി നമുക്കിതുപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഉള്ളി ചേർക്കുമ്പോൾ നമ്മുടെ ആ ഗ്രേവി പെട്ടെന്ന് തന്നെ വറ്റിയിട്ട് വരും. കണ്ടില്ല, ഇപ്പം തന്നെ നല്ലതുപോലെ തന്നെ വറ്റിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. തീ സിമ്മിലിട്ട് കൊടുക്കുക, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. കൂടുതൽ സമയം ഗ്യാസിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ നമ്മൾ ആ കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് വിളമ്പാം. ഞാനിപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചിക്കൻ ചുക്ക റെഡിയാക്കിയിട്ടുള്ളത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.